ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ ശേഷം മന്ത്രിസഭായോഗം ചേർന്നപ്പോൾ പാകിസ്ഥാൻ നൽകിയ തിരിച്ചടി ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. അതിർത്തിയിലെ സാഹചര്യം ഇന്നത്തെ മന്ത്രിസഭായോഗം വിലയിരുത്തുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും യോഗം ചേരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം സമിതിയുടെ മൂന്നാമത്തെ യോഗമാണിത്. ഇന്ത്യ പാക് DGMO തല ചർച്ച 48 മണിക്കൂറിനകം വീണ്ടും നടത്താനാണ് ധാരണ. ഇതിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ TRFനെ ഭീകരസംഘടനയെ പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. തെളിവുകൾ സഹിതം അടുത്തയാഴ്ച UN സുരക്ഷാ സമിതിയെ സമീപിക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഇതിനെക്കുറിച്ചും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയുണ്ടാവും. അതേസമയം വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള 4ാം രാത്രിയും അതിർത്തി ശാന്തമാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജമ്മുവും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള അതിർത്തി മേഖലകളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡ്രോൺ സാന്നിധ്യം കണ്ടതായോ സൈന്യം തിരിച്ചടിച്ചതായോ വിവരമില്ല. പഞ്ചാബിലെ 5 അതിർത്തി ജില്ലകളിലെ സ്കൂളുകൾ ഇന്നു മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ അടച്ചിട്ട എല്ലാ വ്യോമപാതകളിലും വിമാനത്താവളങ്ങളിലും നാളെയോടെ സർവീസുകൾ സാധാരണ നിലയിലാകും. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.